ഇനിയും മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ സർക്കാരും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ശ്രീ സുരേഷ് ബജറ്റിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 35,000 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഞാൻ വന്ന് രണ്ടാമത് ബജറ്റ് അവതരിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിൽ 20,000 കോടി ഇല്ല. 20,000 കോടി വെറുതെ പറഞ്ഞ 15,000 കോടിയാണ്. പിന്നീട് പണം ഉണ്ടാക്കാം എന്ന് കരുതി 35,000 കോടിയിൽ നിന്ന് 30,000 കോടി രൂപയായി പദ്ധതി വെട്ടിച്ചുരുക്കി. 5,000 കോടി കുറഞ്ഞു. 5,000 കോടി കുറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് 500 കോടി കുറയും. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു. 35,000 കോടി ആയിരുന്നുവെങ്കിൽ എത്ര പട്ടികവർഗക്കാർക്ക് കിട്ടുമായിരുന്നു? ആ തുക ഞങ്ങൾ കൂട്ടിവെച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥ പ്ലാനിൽ 10% കൊടുക്കേണ്ടതിന് പകരം 35,000 ആയിരുന്നെങ്കിൽ എത്ര കൊടുക്കുമായിരുന്നു? അത്രയും കൂട്ടിവെച്ചു. കാരണം 1 രൂപ പോലും കുറയരുത്. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ 500 കോടി രൂപ പട്ടികജാതിക്കാരുടെയും 112 കോടി രൂപ പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചപ്പോൾ അതിന് നിയമസഭയിൽ നഖശിഖാന്തം എതിർത്തവരാണ് ഞങ്ങളത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പണം കൂട്ടിവെച്ചു. പിന്നീട് വ്യാപകമായ പരാതികൾ ഉണ്ടായി പിന്നോക്ക വിഭാഗങ്ങൾക്ക്. കാരണം ലൈഫ് പദ്ധതിയിൽ അവരുടെ ഭവന നിർമ്മാണ പദ്ധതി ചേർത്ത് വെച്ചപ്പോൾ അവർക്ക് ആവശ്യമായ വീടുകൾ കിട്ടുന്നില്ല. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ വീട് കൊടുക്കേണ്ടത്? അതുകൊണ്ട് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഭവന നിർമ്മാണ പദ്ധതി വേറെയാക്കി. ലൈഫൊന്നും മാറ്റാൻ പോകുന്നില്ല, ലൈഫൊക്കെ തുടരട്ടെ. പക്ഷെ ഇവരുടെ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം വീടുകൾ ഉണ്ടാക്കി കൊടുക്കും? ഭവനരഹിതരെ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഭവനരഹിതരുണ്ടാകരുത്, ഭൂരഹിതരുണ്ടാകരുത് എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷമായി നടക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. പിൻവാതിൽ നിയമനങ്ങളിൽ PSC ഇല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ല, സംവരണമില്ല. ആ പിന്നോക്കം പിൻവാതിലൂടെയുള്ള നിയമനങ്ങൾ മാറ്റണം. സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 3 വർഷം കൂടുമ്പോൾ PSC വഴി ഉണ്ടായിരിക്കുന്ന നിയമനങ്ങൾ മുഴുവൻ പരിശോധിച്ച് അതിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിയമനം കിട്ടിയിട്ടില്ല എങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരെ സർക്കാർ സർവീസിൽ കൊണ്ടുവരും. അത് ഈ സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. പിന്നെ കുട്ടികളുടെ ഈ ഗ്രാന്റ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സർക്കാരിന്റെ ഒന്നാമത്തെ മുൻഗണനയിൽ ഉള്ളത് കുട്ടികളുടെ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. 1 രൂപ ബാക്കിയില്ലാതെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ധനപ്രതിസന്ധി ഉണ്ടായിട്ടും ഈ ഗ്രാന്റ്സിന്റെ മുഴുവൻ തുകയും അനുവദിച്ചുവെന്ന് ഞാൻ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ടാകും. കാരണം നമുക്ക് നമ്മുടെ അയ്യങ്കാളിയെ പോലുള്ള നവോത്ഥാന നായകന്മാർ അവർ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അവർ കേരളത്തിന്റെ ആ പുരോഗമന സ്വഭാവത്തിന്റെ അടിത്തറ പാകിയ ആളുകളാണ്. അവരോട് നീതി പുലർത്താനുള്ള ബാധ്യത ഏത് ഭരണാധികാരിക്കും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.